കുറച്ചു നേരം ഒന്ന് സമാധാനായിട്ട് ഇരിക്കും മോനെ. ഇപ്പൊ ഭയങ്കര ട്രാഫിക്കാ. അച്ഛൻ ഈ വണ്ടി ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചോട്ടെ. മോനെ, അച്ഛൻ പറയുന്നത് ശരിയാ. മര്യാദയ്ക്ക് പുറകോട്ട് ചാരിയിരുന്നേ, എന്നിട്ട് ആ സീറ്റ് ബെൽറ്റ് ഒന്നിട്ടെ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ മുൻപോട്ട് വരുന്നത് സേഫ് അല്ല. ഷെടാ, ഇനിയിപ്പൊ എന്താ? ഞാനാ AC-യുടെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചതാ. എനിക്കിവിടെ പുറകില് ചൂടെടുത്തിട്ട് വയ്യ. അത് ചെയ്തല്ലോ. ഇനി മര്യാദക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇവന്റെ ഒരു കാര്യം. ഇനി എന്താ മോനെ നിനക്ക് വേണ്ടത്? അത് എന്റെ ഒരു സൂപ്പർ ഹീറോ ടോയ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവന് ട്രാഫിക്കിൽ ടോയ് എടുത്ത് കളിക്കാനിട്ടാ. എടാ, ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചോട്ടെ. എവിടെയെങ്കിലും മുട്ടിയോ? മുട്ടിയെങ്കിൽ നന്നായി പോയി. 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കേണ്ട സ്വഭാവം ഇല്ലല്ലോ ഇവന്. എപ്പോ നോക്കിയാലും വണ്ടിയിൽ തല കുത്തി മറിയുക. ഒന്നും പറയണ്ട. ഈ വണ്ടി കുറച്ചുകൂടി വേഗത്തിലായിരുന്നെങ്കിലേ നിങ്ങൾക്കറിയോ ഇപ്പൊ എത്ര വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. ഇവന്റെ തലയിലേക്ക് ഒന്നും കേറില്ല. അത് പോട്ടേനെ, അവൻ കൊച്ചല്ലേ, അതൊക്കെ അവൻ പഠിച്ചോളൂ. ഉറങ്ങിയവൻ? ഞാനിന്ന് അവനെ ശരിക്കും ചീത്ത പറഞ്ഞു അല്ലേ? അവൻ ചെറിയ കുട്ടിയല്ലേ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. നിങ്ങൾ കുറച്ച് സ്നേഹത്തോടെ അവനെ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു, അവന്റേതായ രീതിയിൽ. ഇന്നലെ ഞാൻ നിന്നോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. വിഷമമായോ? സോറി. അത് സാരമില്ല അച്ഛാ. അതിരിക്കട്ടെ, ഞാനും നിന്റെ കൂടെ കളിച്ചോട്ടെ. എന്താ നീ ഉണ്ടാക്കുന്നേ? ജയന്റ് റോബോട്ട്. ജയന്റ് റോബോട്ട്? ആഹാ, കൊള്ളാമല്ലോ. ഇക്കാര്യത്തിൽ ഞാനും നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അത് വേണ്ടച്ചാ, ഇത് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്തോളാം, എനിക്ക് അറിയുന്നത് പോലെ. ഓ ശരി, നീ ഉണ്ടാക്കിയോ, ഞാൻ നോക്കിയിരിക്കാം. നിനക്കത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ നിന്നെ സഹായിക്കാം. ഒരു കാര്യം ചെയ്യ്, ദേ ഇതെടുത്ത് ഇവിടെ വയ്ക്ക. അച്ഛാ, ഇത് ഇവിടെ അല്ല വെക്കേണ്ടത്, ഇത് ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താലോ? അച്ഛാ പ്ലീസ്, നോ, ഇത് പൊട്ടിപ്പോകും. എന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, ഇത് ദേ ഇവിടെ നിന്ന് മാറ്റിയിട്ട്. ഓ നോ, സോറി മോനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല അച്ഛാ ഇത് പൊട്ടിപ്പോകുമെന്ന്. ഇപ്പൊ എന്തായി, ഇത് പൊട്ടിപ്പോയില്ലേ? ഇത്രക്ക് ദേഷ്യായോ? അച്ഛാ, അച്ഛന്റെ തെറ്റുകൊണ്ട് ദേ എന്റെ റോബോട്ട് പൊട്ടിപ്പോയി. ഇപ്പൊ ഒരു ചെറിയ റോബോട്ട് പൊട്ടിപ്പോയതിന് നിനക്ക് ഇത്രയ്ക്ക് വിഷമം വന്നില്ലേ? ഒന്നാലോചിച്ച്, ഇന്നലെ നമ്മുടെ വണ്ടിക്ക് ഒരു ആക്സിഡന്റ് ആയി. നിനക്കോ നിന്റെ അമ്മയ്ക്കോ എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ ഇന്നലെ നിന്നെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റർബൻസ് കൊണ്ട് നിന്റെ റോബോട്ട് പൊട്ടിപ്പോയി. അതുപോലെ ഇന്നലെ നീ ഡ്രൈവിംഗിനിടയിൽ മുന്നോട്ട് വന്ന് കുറെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്നപ്പോ സത്യം പറഞ്ഞ എന്റെ ശ്രദ്ധ ഡ്രൈവിംഗിൽ നിന്ന് മാറിപ്പോയി. പിന്നൊരു കാര്യം മോനെ, റോബോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ശരിയാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പുതിയത് മേടിക്കാം. പക്ഷെ ജീവനത് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ മോനെ, ശരിയല്ലേ? അച്ഛാ, ഐ എം സോറി. അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇനി മുതൽ വണ്ടിയിൽ ഞാൻ എപ്പോഴും അടങ്ങിയിരുന്നോളാം, സീറ്റ് ബെൽറ്റ് എപ്പോഴും ഇട്ടോളാം. മാത്രമല്ല, ഡ്രൈവ് ചെയ്യുമ്പോ അച്ഛന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കാര്യം ഞാനിനി മേലെ ചെയ്യില്ല. എനിക്കറിയാം മോനെ, നീ നല്ല സ്മാർട്ടാണെന്ന്. എന്നവാ നമുക്ക് ഒന്നിച്ച് നിന്റെ റോബോട്ട് ശരിയാക്കാം കേട്ടോ.